ഹേ ഗൈസ്, നമുക്ക് ആന്ധ്രാപ്രദേശിൻ്റെ ഏറ്റവും തനിനാടൻ ഗ്രാമത്തിൽ കൂടെ ഒരു യാത്രകൾ എന്നെ സംബന്ധിച്ചോളം പുതിയ പുതിയ കാര്യങ്ങൾ അനുഭവിക്കാനും ബുക്കിൽ മാത്രം നമ്മൾ കണ്ടുപരിചയമുള്ള കാര്യങ്ങൾ നേരിട്ട് കാണാനും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് തിങ്ക് ചെയ്യാനുമുള്ളൊരു ചാൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു തനിനാടൻ ഗ്രാമത്തിലെ ഊടുവഴികളിലൂടെയാണ്. ഇതിലൂടെ ഞാനാണെങ്കിൽ അവിടുത്തെ ആൾക്കാരെയും അവരുടെ ലൈഫും പിന്നെ അവരുമായിട്ട് കുറച്ചും കൂടി മിങ്കിൾ ചെയ്യാനും എനിക്കിതിലൂടെ സാധിച്ചു. ഈ കാണുന്ന പോലുള്ള ആട്ടും പറ്റവും അതിനെ മേച്ചു കൊണ്ടുപോകുന്ന ആട്ടിടയനും ഒക്കെ നമ്മൾ ബുക്കുകളിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററിയിലോ അല്ലെങ്കിൽ ചില സിനിമയിലോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പുലർക്കാല സൂര്യൻ്റെ വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന വയലും അതിനകത്ത് കൊയ്യം ഭാഗമായിട്ട് നിൽക്കുന്ന നെല്ലും ഒക്കെ ഇഷ്ടംപോലെ തവണ തമിഴ്നാടിൻ്റെ ബോർഡറായ ചെങ്കോട്ടയിലും തെങ്കാശിയിലും അല്ലാതെ പല പല വഴികളിലും വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ നാട്ടിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മളുടെ ലൈഫ് എന്തോരം ഫോർച്ചുനേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നതും പലതും തിങ്ക് ചെയ്യാൻ പറ്റുന്നതും. കോട്ടൺ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിട്ടുള്ള സോയിലാണ് വളരുന്നതെന്ന് ഞാൻ ബുക്കിൽ കണ്ടിട്ടുണ്ട്, ബുക്കിൽ ഇതിൻ്റെ പടവും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം വലിപ്പമുള്ള കോട്ടൺ ഫീൽഡും അത് ഫുള്ള് കോട്ടണും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. തുമ്പി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എൻഡേഞ്ചർഡായി ഇപ്പം കാണാനില്ലാത്തത്, അതിനെയും കാണാൻ സാധിച്ചു. ഈ കാണുന്ന കടയിൽ ഞങ്ങളൊന്ന് ഇറങ്ങി, അവിടെയൊക്കെ ഒന്ന് നടന്നു കണ്ടു, ആൾക്കാരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്തു, അവരുടെ ലൈഫിനെ കുറിച്ച് ചോദിച്ചു. ഈ കടയിൽ ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ പേരാണ് കീർത്തി. പുള്ളിക്കാരിക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അവിടെ ഇറങ്ങി അവരുടെ സന്തോഷത്തിനും നമ്മുടെ സന്തോഷത്തിനും കുറച്ച് മിഠായിയും ബിങ്കോയൊക്കെ മേടിച്ച് കഴിച്ച് കുറച്ച് കാര്യവും കുശലവും ഒക്കെ പറഞ്ഞ് അവിടുന്ന് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു. ഞങ്ങൾ പോയ വഴിക്ക് ആടിനെ മാത്രമല്ല കണ്ടത്, നമ്മൾ എരുമീനെയും പോത്തിനെയും എല്ലാം കൂട്ടമായിട്ട് വരുന്നത് കണ്ടു. പക്ഷേ എനിക്കതിനെ കുറച്ച് പേടിയുള്ളതുകൊണ്ട് അത് അടുത്തോടി വന്നപ്പോൾ വീഡിയോ എടുക്കാനുള്ള കാര്യത്തിൽ എനിക്ക് ഉണ്ടായില്ല. ഈ വരുന്ന ട്രാക്ടറിനെയും ട്രാക്ടറിൻ്റെ വണ്ടിയിലിരിക്കുന്ന ആൾക്കാരെയും അതിനകത്തുള്ള പാട്ട് സീനും ഒക്കെ ഞാൻ സിനിമയിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇന്ന് നേരിട്ട് എൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുന്നത് കാണുന്നത്. ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലെ ജീവിതവും പൂശാത്ത വീടുകളും നേരെയല്ലാത്ത റോഡുകളും രാവിലെ എണീച്ച് കോലം വരയ്ക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഏതോ ഒരു പഴയ സിനിമയിൽ ഞാൻ വന്ന് പെട്ടതുപോലെയാണ് എനിക്കിടയ്ക്ക് തോന്നിയത്. പലപ്പോഴും ആൾക്കാർ പറയുന്നത് ബൈക്ക് റൈഡ് പോകുന്നത് റൈഡ് ചെയ്യാനുള്ള സന്തോഷത്തിലാണ്, എന്നാൽ ഞാൻ പുറകിലിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അവിടെ ഇരുന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും പോകുന്ന വഴിക്കുള്ള ക്യാബേജ് തോട്ടം, ചില്ലി തോട്ടം, പിന്നെ കോട്ടൺ തോട്ടം, റൈസ് ഫീൽഡ്, ഇതുപോലെ പാതി മുറിഞ്ഞ മലകൾ, ഇതെല്ലാം നിരീക്ഷിക്കുകയും പിന്നെ ലൈഫിലെ തന്നെ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും കിട്ടുന്നൊരു ചാൻസ് ആയിട്ടാണ് ഞാനിതൊക്കെ കാണുന്നത്. പിന്നെ പലരും പറയാറുണ്ട് ഞങ്ങൾ ഡോക്ടർമാർ ഭയങ്കര ബോറാ എവിടെയും പോകത്തില്ല എന്ന്. എന്നാൽ അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ?